SIT ആശുപത്രിയിലെ വൈദ്യുതി മുടക്കത്തിന് കാരണം പൊതുമരാമത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഗുരുതര അനാസ്ഥ. വൈദ്യുതി കണക്ഷനുകളിൽ അറ്റകുറ്റപ്പണികൾ ഇല്ലാതായിട്ട് 2 വർഷം. മെയിന്റനൻസ് എസ്റ്റിമേറ്റുകളിൽ തീരുമാനമെടുക്കാതെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. തെളിവുകൾ ജനം ടിവിക്ക് ലഭിച്ചു. വിവരങ്ങളുമായി വിനീഷ് ചേരുന്നു. വിനീഷ്, മണിക്കൂറുകൾ SIT ആശുപത്രിയിൽ വൈദ്യുതി മുടങ്ങിയതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വന്നിരിക്കുന്നത് ഉന്നത ഉദ്യോഗസ്ഥന്റെ ഗുരുതര അനാസ്ഥയുടെ ഫലമായിട്ടാണ് എന്നാണ്. വകുപ്പുകൾ തമ്മിൽ പഴിചാരും പോലും ഈ വൈദ്യുതി കണക്ഷനുകളിൽ ഉൾപ്പെടെ അറ്റകുറ്റപ്പണികളൊക്കെ ഇല്ലാതായിട്ട് ഏകദേശം 2 വർഷത്തിലധികമായിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ലഭിച്ച ഏറ്റവും നിർണായകമായ തെളിവുകൾ തന്നെയാണ് ഈ എസ്റ്റിമേറ്റിന്റെ കണക്കുകൾ. എസ്റ്റിമേറ്റ് 2 വർഷം മുമ്പാണ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നൽകുന്നത്. പൊതുമരാമത്തിന്റെ ചുമതലയുള്ള അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് കീഴുദ്യോഗസ്ഥർ കൃത്യമായി തന്നെ ഈ പാനലുകൾ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇലക്ട്രിക്കൽ, നമുക്ക് അറിയാം കഴിഞ്ഞ ദിവസം SIT ആശുപത്രിയിൽ ഏകദേശം 4 മണിക്കൂറിലധികമാണ് കറണ്ട് ഇല്ലാത്ത ഒരു സംഭവം ഉണ്ടായത്, വൈദ്യുതി ഇല്ലാത്ത ഒരു സംഭവം ഉണ്ടായത്. ആ സാഹചര്യത്തിൽ ഈ പാനൽ മുൻകൂട്ടി തന്നെ മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇലക്ട്രിക്കൽ വിഭാഗത്തിലെ തന്നെ പൊതുമരാമത്തിന്റെ ഇലക്ട്രിക്കൽ വിഭാഗത്തിലെ തന്നെ ഉദ്യോഗസ്ഥർ കൃത്യമായി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു. പക്ഷെ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിന് സമാനമായി തന്നെയാണ് അവിടെയുള്ള പാനലുകളെ സംബന്ധിച്ചുള്ള ഈ പാനലുകൾ ഏതെങ്കിലും കാരണവശാൽ അത് വൈദ്യുതി തകരാറുണ്ടായാൽ അതിന് സപ്പോർട്ടിംഗ് ആയി UPS സംവിധാനമുണ്ട്. ആ UPS സംവിധാനവും തകരാറിലായിരുന്നു. ആ UPSും അത് നന്നാക്കേണ്ടതുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് കൃത്യമായി തന്നെ ഇവർ എസ്റ്റിമേറ്റ് നൽകുന്ന UPSും അതോടൊപ്പം തന്നെ ഇലക്ട്രിക്കൽ പാനലും അതിന്റെ കാലപ്പഴക്കം കാരണം അതിന് മെയിൻ്റനൻസ് ചെയ്യേണ്ടതുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് നേരത്തെ തന്നെ കീഴുദ്യോഗസ്ഥർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകിയിരുന്നു. സർക്കാർ എസ്റ്റിമേറ്റ് ഉൾപ്പെടെ കൃത്യമായി തന്നെ നൽകിയിരുന്നു. പക്ഷേ അതിലൊന്നും നടപടിയെടുക്കാത്തതാണ് ഇത്തരത്തിലുള്ള ദുരിതത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതിന് സമാനമായ രീതിയിൽ നിരവധി എസ്റ്റിമേറ്റുകൾ ഇപ്പോഴും പെൻഡിംഗ് ആയി തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ഈ SIT ആശുപത്രിയുമായി ബന്ധപ്പെട്ട വൈദ്യുതി കട്ടായ സംഭവവുമായി ബന്ധപ്പെട്ട് നമുക്ക് അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും നിർണായകമായ തെളിവുകൾ തന്നെയാണ് ഇപ്പോൾ ജനം TV പുറത്തുവിട്ടിരിക്കുന്നത്. എസ്റ്റിമേറ്റ് നമ്പർ ഉൾപ്പെടെ ഉള്ള കൃത്യമായ വിവരങ്ങൾ നമ്മൾ പുറത്തുവിടുമ്പോൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഇപ്പോഴും അനങ്ങാപ്പാറ നയം തന്നെയാണ് ഉണ്ടാകുന്നത്. കാരണം ഏറ്റവും നിർണായകമായത് എന്ന് നമുക്ക് ഇനി പറയാൻ സാധിക്കുക, 6 മാസം മുമ്പ് കൃത്യമായി നമ്മുടെ ന്യൂബോൺ ICU, SITക്കകത്തുള്ള ന്യൂബോൺ ICU, ഒപ്പം തന്നെ NICU, ICU, ലേബർ റൂം, ഇവിടെയൊക്കെ തന്നെ AC ഘടിപ്പിച്ചിട്ടുണ്ട്. ഈ ACയുടെ പ്രവർത്തനങ്ങളും വരും ദിവസങ്ങളിൽ താറുമാറാകും എന്ന് കാണിച്ചുകൊണ്ട് അതും കൃത്യമായി തന്നെ ACയുടെ കൂളിംഗ് കോയിൽ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർ എസ്റ്റിമേറ്റ് നൽകിയിരിക്കുന്നു. പക്ഷേ ഇതിലൊന്നും കൃത്യമായ നടപടി സ്വീകരിക്കാൻ ഇതുവരെയും ഉദ്യോഗസ്ഥർ തയ്യാറാകാത്ത സാഹചര്യമാണുള്ളത്. പ്രത്യേകിച്ച് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലാണ് ഇതൊന്നും പരിഹരിക്കാൻ തയ്യാറാകാത്തത് എന്ന ഒരു ആക്ഷേപമാണ് ഉയരുന്നത്. ഇപ്പോൾ നിലവിൽ സർക്കാർ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് സാധാരണക്കാരായ കൃത്യമായ ജോലി ചെയ്യുന്ന വിനീഷാണ് വിവരങ്ങൾ നൽകിയത്.